Okay. Do you remember what we studied in the last class? ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന്? We were studying about sorting materials into groups. Okay, that day I gave you one work and only few students, I think 2 or 3 students have written and posted it in the group. Page number 34, last column, to fill objects made from the materials, steels, knives, utensils, cars, buildings and bridges, and other things, wood, plastic, cotton, paper, leather. How many of you have completed and posted in the group? Justice had. Then who else? Adira. Anybody else? And even last lessons questions still did not complete. Giovanna, did you post it afterwards? That time my phone's some complaint came. Charge was not sufficient. Okay. What about the others? ഇന്ന് ഹലീമ ഒന്നും വന്നിട്ടേ ഇല്ല അന്നത്തെ വഴക്കിന് ശേഷം അല്ലേ? ഹലീമ ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഓക്കെ. ഈ പിള്ളേർ ഞാൻ കുറച്ച് പേരുടെ കിട്ടിയായിരുന്നു. എന്റെ ഫോണിലുണ്ട് അതെല്ലാം. ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. നിർമ്മല പോസ്റ്റ് ചെയ്തായിരുന്നോ മണി ക്വസ്റ്റ്യൻസ്? അശ്വിനെ, അശ്വിൻ പോസ്റ്റ് ചെയ്തായിരുന്നോ? അശ്വിൻ എന്ന് സ്റ്റക്ക് ആയിട്ടിരിക്കും. പോയോ? അശ്വിനോട് എപ്പോ ചോദ്യം ചോദിച്ചാലും പിന്നെ അശ്വിനെ കാണുന്ന അടുത്ത ക്ലാസ്സിൽ കാണുള്ളൂ. ഓക്കെ. നിജാദ് പോസ്റ്റ് ചെയ്തായിരുന്നോ മോനെ? ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതായത് 3rd ലെസൺസ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ. ഞാൻ ഫോൺ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ വൈകുന്നേരമായിട്ട് നിങ്ങളുടെ പേരൻസിനെ വിളിക്കുന്നുണ്ട് എഴുതാത്തവരുടെ. ഓക്കെ. പിന്നെ നെക്സ്റ്റ്, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിടാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് സം ഓഫ് യു 3 സ്റ്റുഡൻസ് ഐ തിങ്ക് ഹാവ് പോസ്റ്റഡ്. അതെന്താ നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് മക്കളെ നിങ്ങൾക്ക്? ഇത് അത്ര വലിയ കഷ്ടപ്പാടുള്ള പണിയൊന്നും അല്ലല്ലോ. പിന്നെന്താ ഈ 6th സ്റ്റാൻഡേർഡിന് ഒരു പ്രത്യേകത. ബാക്കി ക്ലാസ്സുകാരൊക്കെ സംവാട്ട് ഓക്കെയാണ്. ഒരുപാടൊന്നുമില്ല. ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ ആരോ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി, എന്നിട്ടും എന്താ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ക്ലിയർ ആയിട്ട് ക്ലാസ് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ക്ലാസ് കിട്ടിയില്ലെങ്കിൽ എന്താ കോച്ച് ചെയ്യണ്ടേ? യൂട്യൂബ് ലിങ്ക് വരുന്നില്ലേ വൈകുന്നേരം? ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് ചിലപ്പോൾ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാകാം നിങ്ങളുടെ സ്ഥലത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങൾ ഇവിടെ നിങ്ങളോടൊന്നും പറയുന്നില്ല, വഴക്കൊന്നും പറയല്ല. കാരണം നെറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില സ്ഥലത്തിന്റെ പ്രശ്നമായിരിക്കും, മഴ പെയ്യുന്നതുണ്ടാകാം, നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാകാം, ഫോണിന് ഇതില്ലാത്തതുകൊണ്ട്. പക്ഷെ നമുക്ക് യൂട്യൂബിൽ ലിങ്ക് നമുക്ക് അയച്ചു തരുന്നുണ്ട് അല്ലേ? അപ്പൊ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ അയച്ചു തരുന്നത്. പിന്നെ എന്തിനാ ഇത്? ഇനിയിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞാൽ അത് കൺവേർഷൻ കൊടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് പിന്നെ അത് കൺവേർഷൻ കൊടുത്ത് നമ്മുടെ യൂട്യൂബിലേക്ക് ഇടുന്നു. ഇതെല്ലാം എത്ര പണിയുണ്ടെന്നറിയാമോ? വെറുതെ ഇരിക്കുമെന്നല്ലേ ഇവിടെ നമ്മള്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ദിവസം നിങ്ങൾക്ക് ബൈ ചാൻസ് ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ ക്ലാസ് മിസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം വരുന്ന യൂട്യൂബ് ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളെ ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിന്റെ ഹോംവർക്ക് തരുന്നത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി ക്ലാസ് എടുക്കാൻ പോകുന്നില്ല. എന്തിനാ പിന്നെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നേ? നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞ ടൈപ്പ് ചെയ്ത് എത്ര സമയം എടുക്കുമെന്നറിയാം ഇത് ടൈപ്പ് ചെയ്യാൻ ടീച്ചർമാർക്കൊക്കെ? വീട്ടിൽ പണിയൊന്നുമില്ല. ഇത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾ അത് നോട്ടിലേക്ക് പകർത്തി ഗ്രൂപ്പിൽ ഇടാൻ പറയും. ക്ലാസിന്റെ ഗ്രൂപ്പിലോ അല്ല ടീച്ചറിന്റെ പേഴ്സണലായിട്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ ചെയ്യുന്നില്ല. ഒരു ചെറിയൊരു വർക്ക് വന്നിട്ട് അത് നിങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ എന്തോ നിങ്ങൾ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസാ പോലും. ഞാൻ നോക്കിയിട്ട് എല്ലാ ദിവസവും LKG UKGയുടെ ഹോംവർക്ക് ഇഷ്ടം പോലെ കാണുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ചെയ്യുന്നുണ്ട്. കുട്ടികളും ഇൻട്രസ്റ്റ് ആണ്, അവരുടെ പേരൻസും ഇൻട്രസ്റ്റഡ് ആണ്. ഇതിപ്പോ നിങ്ങൾ വലിയ പിള്ളേരായതുകൊണ്ട് പേരൻസ് അതിൽ തലയിടാൻ പോകാറില്ല. ഇത്രയും വലിയ പിള്ളേർക്ക് ഇനി പേരൻസ് കൂട്ടിരിക്കണോ? എഴുതുമോനെ, എഴുതുമോളെ, എഴുതിയോ ചോദിച്ചോണ്ട് നടക്കണോ? എന്തായാലും 10 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളല്ലേ ഇരിക്കുന്നെല്ലാം. ഒരു ചെറിയ ടാസ്ക് വർക്ക് തന്നാൽ പോലും ചെയ്യാൻ മടിയാണെന്നുള്ളതാണ്. അതിനെന്തേ മോളെ നോട്ട് കൊണ്ടുവരാഞ്ഞേ? മഴ ആയതുകൊണ്ട്. ഓക്കെ. മഴ കുറഞ്ഞു കഴിയുമ്പോ എന്നെ വിളിച്ചിട്ട് കൊണ്ടുവരണം. ഞാൻ വീട്ടിലുണ്ടോന്ന് ചോദിച്ചിട്ട് കേട്ടോ. ഓക്കെ.
ഓക്കെ, നെക്സ്റ്റ് വിൽ സ്റ്റഡി. ഇനി നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. നിങ്ങൾ എഴുതുവോ പഠിക്കുവോ എന്ത് വേണേലും ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ പരീക്ഷ ഇനിയിപ്പം ഒക്ടോബർ പരീക്ഷയാകും. അപ്പൊ മാർക്ക് കിട്ടുമ്പോ ഇതൊന്നും നോട്ടിലില്ലെന്നൊരു നിങ്ങൾ എന്ത് നോക്കി നിങ്ങൾ പിന്നെ പഠിക്കുന്നത്? ഫോണിലൊക്കെ മിക്കവാറും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആരാ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇതെല്ലാം ടൈപ്പ് ചെയ്ത് അയച്ചു തരുന്നത്? സാറ് പറഞ്ഞ 80% മാർക്ക് ഉണ്ടെങ്കിലേ ജയിപ്പിക്കുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ഇതേ സെയിം ക്ലാസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അടുത്ത വർഷം ഇഫ് യു വാണ്ട് സിറ്റ് ഇൻ 7th സ്റ്റാൻഡേർഡ് യു ഹാവ് ടു ഗെറ്റ് 80% ഓഫ് അറ്റൻഡൻസ് പ്ലസ് 80% ഓഫ് സബ്ജക്ട് മാർക്ക്. Simply we will not promote. Otherwise, like government, it will be 0 academic year. That means you will sit in same class. So you think yourself what you have to do. Whether you have to sit in 7th standard or you have to sit back in 6th itself. എപ്പോൾ ചോദിച്ചാലും കാണും ഒരു കുറെ എണ്ണം ഇങ്ങനെ ഹോംവർക്കും ചെയ്യാതെ എഴുതാതെ ഇതുപോലെ മടി പിടിച്ച് എന്തോ വീട്ടിൽ മനമറിക്കുമെന്ന് തോന്നുന്നു അല്ലേ? വീട്ടിലെ അടുക്കളപ്പണിയൊക്കെ ഇപ്പം നിങ്ങളായിരിക്കും ചെയ്യുന്ന വീട്ടിൽ ഇരിക്കുന്നുണ്ട്. Mummies are taking rest, I think. Okay. Take page number 35. Some object can be made from different kinds of materials. For example, now we know that usually some things will be made with only one thing. അതായത് ഒരു സാധനം, ചില സാധനങ്ങൾ നമ്മൾ ഒരു സാധനം ഉപയോഗിച്ച് മാത്രം നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മളൊരു ബുക്ക് ഉണ്ടാക്കണം, നമുക്ക് പേപ്പറാണ് ആവശ്യം അല്ലെ? നമുക്ക് തടി കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ഒക്കെ നമുക്ക് ബുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നോ. ബട്ട് സം തിങ്സ് can be made by using many things. For example, one glass. Glass can be made with a glass means a tumbler. അതായത് നമ്മളിപ്പം ഗ്ലാസ് എന്ന് പറയുന്ന സാധനം, അതിന് നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം? വിത്ത് പ്ലാസ്റ്റിക് വി ക്യാൻ മേക്ക് പ്ലാസ്റ്റിക് ഗ്ലാസ്, വിത്ത് ഫൈബർ വി ക്യാൻ മേക്ക്, വിത്ത് ഗ്ലാസ് മെറ്റീരിയൽസ്, അതായത് ചില്ല് ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാം അല്ലെ? പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാം. ലൈക്ക് ദാറ്റ് വേ ഡിഫറെന്റ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ് ടു മേക്ക് ഗ്ലാസ്. ആൻഡ് ബട്ട് it's a quality and quantity and all will be difference will be there. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മളൊരു ഗ്ലാസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ടംബ്ലർ, ചില്ല് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗ്ലാസ്, അതിന്റെയും സ്റ്റീൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗ്ലാസും അതിന്റെ വ്യത്യാസമുണ്ട്. സ്റ്റീൽ ഗ്ലാസ് താഴെ വീണാൽ പൊട്ടൂല, പക്ഷെ ചില്ല് കൊണ്ടുണ്ടാക്കുന്ന ഗ്ലാസ് താഴെ വീണാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബ്രേക്ക്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ടംബ്ലർ മീൻസ് വാട്ട്? ഗ്ലാസ്. നമ്മൾ ഗ്ലാസ് എന്ന് പറയുന്ന സാധനമാണ് ടംബ്ലർ. Tumbler can be made of glass, plastic, thermocol, ceramic paper, and plastic, other paper. നമ്മൾ പേപ്പറും കൊണ്ട് വരെ ഗ്ലാസ് ഉണ്ടാക്കാറുണ്ട് അല്ലേ? പേപ്പർ ഗ്ലാസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാറില്ലേ? യൂസ് ആൻഡ് ത്രോ ചെയ്യുന്ന നമ്മൾ ഗ്ലാസുകൾ ഉണ്ടാക്കാറില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള പല രീതിയിലുള്ള ഗ്ലാസുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? നമ്മൾ സാധാരണ കല്യാണങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ യൂസ് ആൻഡ് ത്രോ ആണ്. അപ്പൊ അതിന്റെ തന്നെ പല ക്വാളിറ്റിയിലുള്ള തരം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. കളയുന്നതാണെങ്കിൽ പോലും പല സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. Now, can you fill in table 4.2? അതായത് നിങ്ങൾ തൊട്ട് താഴെ തന്നിരിക്കുന്ന ആ രണ്ടാമത്തെ കോളം, ആ കോളം ഒരു കോളം ഒന്നേ ഉള്ളൂ ആ പേജില്, ആ കോളം with other objects that can be made from different materials. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടംബ്ലർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, തെർമാക്കോൾ, സെറാമിക്, പേപ്പർ ആൻഡ് ഉള്ള സെറാമിക്, പിന്നെ പേപ്പർ, അങ്ങനെയൊക്കെ അതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാം. വേറെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇതുപോലെ പല സാധനങ്ങൾ ഉപയോഗിച്ചാൽ? പ്ലേറ്റ് ഉദാഹരണം, പ്ലേറ്റ് നമുക്ക് ഇതുപോലെ എന്തെല്ലാം ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റും? I want Heaven, please unmute. Heaven, unmute ചെയ്തേ വേഗം ഫാസ്റ്റ്ലി. ഒരു കാര്യം തന്നെ വേഗം ചെയ്തോണം, സ്പീഡ് സമയമില്ല. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തു. ഇനി ഒരു പ്ലേറ്റ് എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പ്ലേറ്റ് ഉണ്ടാക്കാം? ഇവിടെ നമ്മളോട് ഒരു 4 ഐറ്റംസ് എല്ലാവരും കണ്ടുപിടിച്ചോണം കേട്ടാ. ഓക്കെ, പേപ്പർ, വിത്ത് പേപ്പർ വിത്ത് പേപ്പർ പ്ലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റീല്. ഓക്കെ, നെക്സ്റ്റ് മറ്റേ ചില്ല്, ഗ്ലാസ്. ഓക്കെ, സ്റ്റീല്, പേപ്പർ, ഗ്ലാസ്, 3 ഐറ്റംസ് ഉള്ളു. ഇനി വേറെ എന്തെങ്കിലും പ്ലേറ്റുകളുണ്ടോ വീട്ടില്? ആലോചിച്ച് നോക്കിയേ. Fastly. No. Only that's all. Copper. Copper. Okay. That's all. Okay. Fiber.
പ്ലാസ്റ്റിക്, ഫൈബർ, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടാക്കാം. ഓക്കെ. നെക്സ്റ്റ് ജസ്റ്റ് എനി അതർ ഐറ്റംസ്. ഇപ്പൊ പ്ലേറ്റ് കഴിഞ്ഞു, ഗ്ലാസ്, ടംബ്ലർ, ഗ്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ മോർ ഐറ്റം. എല്ലാം കണ്ടുപിടിച്ചോ. എല്ലാവരോടും അടുത്ത ചോദ്യം വരുന്നുണ്ടേ. നെക്സ്റ്റ് വൺ ജസ്റ്റ് ഇപ്പൊ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ ഓൾറെഡി കംപ്ലീറ്റഡ് ദ ടംബ്ലർ. സെക്കൻഡ് വൺ നൗ ഹെവൻ ഹാസ് കംപ്ലീറ്റഡ് പ്ലേറ്റ്. ഇനി ഒരു സാധനം പല മെറ്റീരിയലുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഐറ്റം. കണ്ടെയ്നർ. ഓക്കെ. അത് സ്റ്റീൽ. ഓക്കെ. സ്റ്റീൽ കണ്ടെയ്നർ. പ്ലാസ്റ്റിക്. only that's all. Steel and plastic. Fiber. പിന്നെ അയൺ പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ കണ്ടിട്ടില്ല. എന്നിട്ട് അതിന് കോട്ടിങ് വരുന്ന കേട്ടോ. അയൺ മാത്രമല്ല, ഇരുമ്പ് മാത്രമല്ല, ഇരുമ്പിന് പിന്നെ കോട്ടിങ് വരും. നല്ല ഡിസൈൻ ഒക്കെ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ പാത്രങ്ങളുണ്ടോ വീട്ടില്? Do you have grandparents? Justice, do you have grandparents? Yes. Are they at home? Yes. Ask them when they were child, when your grandparents were child, what type of plates and containers they were using. Wait a minute. No, you ask and find out. I will ask in the next class. Tomorrow there is science class. One more class is there now, which is continuous class. Okay. What type of vessels they were using in their childhood? Okay, ask. How many of you have grandparents with you at home? Only one. Others are not having. Heaven is having. Do you have grandparent at home? Veetlundo, ninte veetlundo Heaven. Yes, ask them. If you have grandparents, ask them what type of vessels they were using in their childhood. അവരുടെ ചൈൽഡ്ഹുഡിൽ അവർ എന്ത് തരം പ്ലേറ്റുകൾ, വെസൽസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കണം. And I remember that when I was small child, in my house there was one type of plate. Not before starting steel plates. At that time, steel plates were very rare. And plate made up of iron. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം ഉണ്ടായിരുന്നു, പ്ലേറ്റുകൾ. ബട്ട് കോട്ടിംഗ് വാസ് ദേർ. കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പുറത്ത് നല്ല വൈറ്റ് കളറിലുള്ള ഒരു സാധനം വെച്ച് കോട്ടിംഗ് ആയിട്ട്, പെയിന്റ് അടിച്ച മാതിരി കോട്ടിങ്, എന്നിട്ട് അതിൽ നല്ല ആർട്ട് വർക്ക് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാന്. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ആയിരുന്നു. പ്ലേറ്റ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിഞ്ഞാണെന്നൊക്കെ ആയിരുന്നു. പക്ഷെ ആ ടൈമിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ആസ് വി ഗ്രൂ അപ്പ്, ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വർ നോട്ട് ഫൗണ്ട്. ഇപ്പൊ നമുക്ക് അന്നേരം ഇപ്പം നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ കാണുന്നേ ഇല്ല. ഷോപ്പിലൊക്കെ പോയെന്നാൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ആഫ്റ്റർ ദാറ്റ് സ്റ്റീൽ പ്ലേറ്റ്സ് സ്റ്റാർട്ടഡ്. ഇപ്പൊ സ്റ്റീൽ പ്ലേറ്റ്സ് പോലും വീടുകളിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല അല്ലേ? ഇൻസ്റ്റോപ്പ് ക്ലിയർ ഇല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കും മോനെ. കേൾക്കുന്നില്ല? ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ മോൻ എന്താ നെറ്റിന്റെ പ്രോബ്ലം? കൊച്ചങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കുമ്പത്തെ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് സ്റ്റീൽ പ്ലേറ്റ് മാറി. ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ സ്റ്റീൽ പ്ലേറ്റ് പോലും വളരെ കുറവാണ് അല്ലെ? വി ആർ യൂസിങ് another type of plates like fiber plate or glass plate and all. അല്ലെ? ഇപ്പൊ നമ്മൾ അങ്ങനത്തെ പ്ലേറ്റിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. സ്റ്റീൽ പ്ലേറ്റ് പോലും വളരെ കുറവാണ് അല്ലെ? ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ വലുതാകുമ്പത്തെ അറിയാം ഇതുപോലും അല്ല, വേറെ അനദർ ടൈപ്പ്, വേറെ എന്തെങ്കിലും മോഡൽസ് ഒക്കെ വരും. ഓക്കെ. ഇനി പ്ലേറ്റിന്റെ കഴിഞ്ഞു. ഇനി കണ്ടെയ്നർ കഴിഞ്ഞു. നെക്സ്റ്റ് ഇവിടെ നിർമ്മൽ വാസ് റെഡി ടു ആൻസർ. പ്ലീസ്. എനി അതർ തിങ് യു നോ ദാറ്റ് വി മേക്ക് വിത്ത് മെനി മെറ്റീരിയൽസ്? Yes. Answer firstly. Plastic, fiber. അത് സാധനത്തിന്റെ പേര് പറ മോനെ. പ്ലാസ്റ്റിക്കും ഫൈബറൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനത്തിന്റെ പേരാ. ഇപ്പൊ ഇവിടെ പറഞ്ഞു പ്ലേറ്റ്, നെക്സ്റ്റ് ടംബ്ലർ, പിന്നെ കണ്ടെയ്നർ പറഞ്ഞു. അതുപോലെ ചെയർ. വെരി ഗുഡ്. വാട്ട് ഓൾ തിങ്സ് വി യൂസ് ടു മേക്ക് ചെയർസ്? വെരി ഗുഡ്. Plastic chairs is there. Plastic, fiber. Then then steel ഉപയോഗിച്ചില്ല. okay. Then
Anything else? Wood. Wooden chair is there, no? Mr. Wood. Wood. Okay. Wood is there. മരം കൊണ്ടുണ്ടാക്കിയില്ല നമ്മള് ചെയർ. ഓക്കെ. പിന്നെ വേറെ എന്തേലും? അയൺ. ഇരുമ്പ് ഉപയോഗിച്ച് ചെയർ ഉണ്ടാക്കും. പക്ഷെ ഇപ്പം നമ്മളത് അങ്ങനെ കാണുന്നില്ല. പക്ഷെ നേരത്തെ കുറെ വർഷങ്ങൾക്ക് മുന്നേ അത് സ്ഥിരം അതായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ അതിന്റെയൊക്കെ ഫാഷൻ പോയി ഫൈബർ ആയി. പിന്നെ ഇപ്പൊ നമുക്ക് ഡിസൈൻ ചെയ്ത പല പല മോഡൽസ് വരുന്നുണ്ട് അല്ലെ? അങ്ങനെ വരുന്ന കാലം മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഓക്കെ, വെരി ഗുഡ്. Several objects can be made from a combination of several materials. For example, your pencil or your book. What enables? നമുക്കറിയാം നമ്മുടെ പെൻസില് only wood കൊണ്ട് നമുക്കൊരു പെൻസിൽ ആക്കാൻ പറ്റുമോ? Mainly pencil is made up of wood. Only with the wood can we make a pencil? No. Yes, we need crayon for that, isn't it? അത് നമുക്കൊരു ക്രയോൺ പറഞ്ഞ സാധനം വേണം അല്ലെ? Then we need color for that. കളർ പെയിന്റ് വേണം. പെൻസിൽ ചുമ്മാ മരത്തിന്റെ പെയിന്റ് ആവുമ്പോൾ നമുക്കൊരു ഭംഗിയുണ്ട് കാണാന്. No, we need color for that. നിങ്ങൾക്കറിയാം KG ക്ലാസ്സിലെയൊക്കെ കുട്ടികള് നിങ്ങളിപ്പം വലിയ മിടുക്കന്മാരായി, ചട്ടന്മാരായി, വലിയ നല്ല ബോയ്സ്, ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ് ആയി. But when you were studying, you had a habit of biting your pencil. Don't you have? Didn't you have that habit when you were studying in LKG and UKG, always putting your pencil in the mouth? Yes. And always biting the pencil will cause the pencil to be lose its isn't it? Lose its color. കളർ ഒക്കെ പോകും നമ്മൾ കടിച്ച് ചവച്ച് കഴിയുമ്പം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. ഈവൻ I too had. When I was small, I too had. Not only you. Everyone. എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് ഈ പെൻസില് കടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു അന്നേരം ഇരിക്കുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്, ചൊറിച്ചിലുണ്ടാകും എന്ന് പറയല്ലേ? എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്നോണ്ട് ആ പെൻസിലിന്റെ കളറെല്ലാം ചിരണ്ടി കളയുക. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഇല്ല നമുക്ക് ചെറിയ കുട്ടികളായിരിക്കുമ്പോ അല്ലേ? നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ജോയൽ എവിടാ മുത്ത ശ്രദ്ധിക്കുന്നേ? ഓക്കെ. അപ്പൊ ഈ പെൻസിലിന്റെ കളറ് ചിരണ്ടി കളഞ്ഞ പിന്നെ കാണാൻ ഭംഗിയുണ്ടോ? പെൻസിലിനെ കാണാൻ വുഡ് നോട്ട് ലുക്ക് നൈസ്, കാണാൻ ഒരു ഭംഗിയില്ല. അപ്പൊ അതിന് കളർഫുൾ ആയിട്ട് എന്തെങ്കിലും ഡിസൈൻ ഒക്കെ ഉള്ള യെല്ലോ കളർ, റെഡ് കളർ, ഗ്രീൻ കളർ, അങ്ങനെ എന്തെങ്കിലും കളറൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് അതിന് ലുക്ക്. Joel is showing that. Okay, Joel even when he reached in 6th standard, he still does his work. 6ാം ക്ലാസ്സിലെത്തിയെങ്കിലും ഈ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? കളറൊക്കെ ചിരണ്ടി കളയുന്നുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ നമുക്കറിയാം പെൻസിൽ, ഒരു പെൻസിൽ ഉണ്ടാക്കണേ നമുക്ക് വുഡ് മാത്രം പോരാ. മെനി അതർ മെറ്റീരിയൽസ് ആർ യൂസ് ടു മേക്ക് എ പെൻസിൽ. ബുക്ക് only with the paper we cannot make a book. ഒരു ബുക്ക് മാത്രം, ബുക്ക് എന്ന് പറഞ്ഞാൽ പേപ്പറും കൊണ്ട് വെച്ച് മാത്രം നമ്മൾ ബുക്ക് ഉണ്ടാക്കിയാൽ കാണാൻ ഭംഗിയുണ്ടോ? ടു മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് വി യൂസ് മെനി അതർ തിങ്സ്. അതിന് പുറംചട്ട വേണം. പുറംചട്ട തന്നെ പല പുറംചട്ട തന്നെ പല മോഡലിലുണ്ട് അല്ലെ? പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആണെങ്കിൽ അതിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇങ്ക് വേണം. ഇങ്ക് തന്നെ നമുക്കറിയാം സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം പോരാ, കളർ പ്രിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മോർ അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെ? ഓക്കെ. സോ മെനി തിങ്സ് ആർ മെയ്ഡ് വിത്ത് യൂസിങ് മെനി അതർ മെറ്റീരിയൽസ്. How materials are alike? We have talked about the large. Okay, wait a minute. What enables us to decide which material to use to make a particular object? ഒരു സാധനം ഉണ്ടാക്കാൻ എന്തെല്ലാം ഉപയോഗിക്കണം എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നേ? There are some reason for that. It depends upon two things. What we want to use the object for. If you're making a thing, that thing is used for what? നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നു, ആ സാധനം എന്തിനുണ്ടാക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും അതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പെൻസിലിന്റെ കാര്യം തന്നെ എടുക്കാം. വി ആർ മേക്കിംഗ് എ പെൻസിൽ. I told that with the wood itself we cannot, using only wood we cannot make a pencil. ആ പെൻസിൽ ഉണ്ടാക്കാൻ നമ്മൾ ക്രയോൺസ് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ക്രയോൺ എന്ന് പറയുന്ന എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെൻസിൽ, എന്താ പറയുന്നത് അതിന്, മുനയോ എന്താ നിങ്ങൾ പറയുന്നത്, പെൻസിലിന്റെ ആ എഴുതുന്ന സാധനം, ആ മുന മാത്രമായിട്ട് നമുക്ക് പിടിച്ചെഴുതാൻ പറ്റത്തില്ല. അങ്ങനെ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബ്രേക്ക് ഇൻ ടു സ്മോൾ പീസസ്. ഇറ്റ് ഈസ് ഇൻകൺവീനിയന്റ്. സോ വി ടേക്ക്
another wooden piece, and inside that wooden piece we will keep that crayon. Then we write. And now someone showed that uncolored pencil. It doesn't look nice, so we use colors, isn't it? Okay. ഇപ്പൊ നമ്മൾ പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഒരു പെൻസിൽ ഉണ്ടാക്കുന്നു. ഇനി ചോദ്യം ഇതാണ്, ഒരു സാധനം ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തിനെ ആശ്രയിച്ചാണെന്ന്. എന്തിനെ ആശ്രയിച്ചാണ്? ആ ഉണ്ടാക്കുന്ന സാധനം എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. For what purpose we are using. It depends upon that. It depends upon the purpose of that pencil for what we are using. നമ്മൾ ആ പെൻസിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പൊ നമ്മൾ പെൻസിലും കൊണ്ട് എഴുതാൻ ഉപയോഗിക്കുന്നത്, ആ എഴുതാൻ ഉപയോഗിക്കുന്നതിന് ക്രയോൺസ് ഉപയോഗിക്കാതെ നമ്മളൊരു എന്താ പറയണ്ടേ, വേറെ എന്തെങ്കിലും വലിയൊരു അയൺ പീസ് അതിനകത്ത് ഉള്ളി വെച്ചാൽ നമുക്കത് എഴുതാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ആവശ്യത്തിനാണോ ഒരു സാധനം ഉപയോഗിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ. നെക്സ്റ്റ്, ആൻഡ് വാട്ട് വി വാണ്ട് ടു യൂസ് ദ ഒബ്ജക്റ്റ് ഫോർ ആൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽസ്. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടതിനെ ആശ്രയിച്ചാണ് നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ആ സാധനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ പറയാം, നമ്മളിപ്പോൾ ഡ്രസ്സ് ഉണ്ടാക്കുന്നു. കോട്ടൺ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിച്ചു. നമ്മൾ അതിന്റെ പ്രീവിയസ് ക്ലാസ്സിൽ വി സ്റ്റഡീഡ് ഫ്രം കോട്ടൺ ക്ലോത്ത് ഓർ ഫ്രം സിൽക്കിന്റെ എന്താ ആയിക്കോട്ടെ, ഏത് തരം ഒരു ഡ്രസ്സ് ഉണ്ടാക്കുന്നു. ആ ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണ്? അത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഇപ്പം കോട്ടൺ എടുത്തിട്ട് നമുക്കൊരു പെൻസിൽ ഉണ്ടാക്കാൻ പറ്റുമോ? നോ, വി കനോട്ട് മേക്ക്, isn't it? Cotton is used to make clothes, but we cannot use it to make a pencil. We have talked about the large number of things around us. As we know, they have properties different from each other. However, there are two properties which are common to all these things. When we look around, we can see many things around us, but it is all these things are different. All are not same, but there are two things which are same for all this. എല്ലാത്തിനും എല്ലാം ഡിഫറെന്റ് ആണ്, ബട്ട് അതിൽ രണ്ടെണ്ണം ഒരുപോലെ ഉള്ളതുണ്ട്. എന്താന്ന് വെച്ചാൽ all materials occupy space. Means what? All things need a space to occupy. എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിനും സ്ഥിതി ചെയ്യാൻ സ്പേസ് മീൻസ് വാട്ട്? സ്ഥലം ആവശ്യമാണ്. ഒരു സ്ഥലത്ത് രണ്ട് വസ്തുക്കൾക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റില്ല. നൗ സപ്പോസ് അശ്വിൻ എവിടെ പോയി? അശ്വിൻ വീഡിയോ ഓഫാണ്, ഓഡിയോ ഓഫാണ്. നിജാദും പോയി, ജസ്റ്റിസും പോയി. വന്നാ? നിജാദ് വന്നു, അശ്വിൻ വന്നില്ല. അഫ്രോസ് യൂസുഫ് MTP ഓഡിയോ വീഡിയോ ഓക്കെ. ഞാനിപ്പം പറയാം, ഞാനിപ്പോ ഇവിടെ കാണുന്ന ഒരാള് നിജാദിനെ ഇപ്പം കാണുന്നുണ്ട്. നിജാദ് ഇരിക്കുന്ന കസേരയിൽ ഇപ്പൊ നിജാദ് ഇരിക്കുന്നോണ്ട് വേറൊരാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? നോ, only he can sit now. When he gets up, another person can sit, isn't it? Where you sit now, there you only can sit now. Another person cannot sit there, isn't it? Another thing cannot sit keep there. If you get up from there, you can keep that thing, or another person can sit. Did you understand what I said? ഇപ്പൊ എല്ലാ വസ്തുക്കൾക്കും സ്ഥലം ആവശ്യമാണ്. And another thing, amount of space something occupies is called its volume. And another one, all materials have mass. Mass means what? You know, it's weight. Mass means it's a weight. Everything has its weight. എല്ലാത്തിനും അതിന്റെ weight ഉണ്ട്. Okay. ഏത് ക്ലാസ്സാ? സയൻസാ? ആരെടുക്കുന്നേ? സയാമിസാ? ഓക്കെ. സോ നമ്മളൊക്കെ അറിയാം, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ we can see many things, so many things around, but everything is different. എല്ലാം വ്യത്യസ്തമാണ്, അല്ലേ? നമ്മളറിയാം നമ്മളുടെ ട്രീയിനേക്കാളും each tree has a different shape, different size, different types of leaf, branches, എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഹ്യൂമൻ ബീങ്സിന് തന്നെ ചിലവർ കുറെ പൊക്കമുള്ളവരുണ്ടാവും, ചിലർ കുറച്ച് തടിയുള്ളവരുണ്ടാവും, ചിലർ കുഞ്ഞുങ്ങളായിരിക്കും, ചിലർ വലിയ ആൾക്കാരായിരിക്കും. അങ്ങനെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് നമ്മുടെ, അല്ലെ? എല്ലാ ഐറ്റംസിലും വ്യത്യാസം. പക്ഷെ എല്ലാ ഐറ്റംസിലും കോമൺ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. എവറിത്തിങ്, നമ്മുടെ ചുറ്റുമുള്ള എവറി മെറ്റീരിയൽസ് നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ, ആൻഡ് എവറി മെറ്റീരിയൽ ഹാസ് എ വെയിറ്റ് ഓർ മാസ്. ഭാരമുണ്ട്,
സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമാണ്. മേ ബി ലിക്വിഡ് ഓർ സോളിഡ് ഓർ ഗ്യാസസ്, വാട്ട് എവർ ഇറ്റ് മേ ബി. നമുക്കറിയാം each material are different. There are 3 types of materials around us, which is called solid, liquid and gases. What is solid? Joel, please tell me what is solid. Solid എന്ന് പറഞ്ഞാൽ എന്താ മോനെ? Solid എന്ന് പറഞ്ഞാൽ എന്താ അറിയാവാ മോന? ദ്രവം, സോറി ഖരം, മലയാളത്തിൽ ഖരം എന്ന് പറയുന്നത്. സോളിഡ് മീൻസ് വാട്ട്? കട്ടിയുള്ള. ജോയിലെ, ജോയിൽ എവിടെയാ? സോളിഡ് മീൻസ് വാട്ട്? വേഗം വേഗം. ജോയിലിന്റെ അടുത്ത് ആരാ ഉണ്ടായിരുന്നേ ഇത്ര സമയം? അവിടെ ഇടയ്ക്കിടയ്ക്ക് കണ്ണും കൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അയ്യോ, ഐസോ. ഓക്കെ, ഇവിടെ ആരായിരുന്നു ആൻസർ ചെയ്തത്? ജസ്റ്റസ്. സോളിഡ് മീൻസ് കട്ടിയുള്ള വസ്തുക്കൾ. ദിസ് തിങ് ഈസ് എ സോളിഡ്. Can you see this? Okay, this is a. Now your textbook is a solid. Your notebook is a solid. Your pen, pencil, what all things you see around you may be solid ആയിരിക്കും. കൂടുതൽ ഐറ്റംസ് സോളിഡ് ആണ് നമ്മുടെ ചുറ്റും കാണുന്നത്. ഓക്കെ, ആൻഡ് അനദർ തിങ് ഈസ് സെക്കൻഡ് വൺ ഈസ് ലിക്വിഡ്. ലിക്വിഡ് മീൻസ് വാട്ട്? Those who are telling, please how to unmute and how to say, then only I can hear. ദ്രാവകം മീൻസ് വാട്ടറിഷ് തിങ്. വാട്ടറിഷ് തിങ്, വാട്ടർ, മെഡിസിൻ, ഓയിൽ, മിൽക്ക്, ഇതെല്ലാം വെള്ളം പോലെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? ദ്രാവകം ആണ് ലിക്വിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ഗ്യാസസ്. ഗ്യാസസ് മീൻസ് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് കാണാൻ പറ്റും. സ്മോക്ക് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? which has color we can see. Something we cannot see, that means that has no color. കളർ ഇല്ലാത്ത ഗ്യാസിനെ നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി സെഡ് ദാറ്റ് ഓൾ. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലായിരുന്നോ? ഗ്യാസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കയ്യിൽ ഇങ്ങനെ ഊതാൻ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? കാറ്റ് വീശുമ്പോൾ നമുക്കറിയാം എന്തോ നമ്മുടെ ശരീരത്തിൽ തൊടുന്നത് പോലെ നമുക്ക് തോന്നും, പക്ഷെ വി ക്യാൻ നോട്ട് സീ ദ ബ്രീസ്. ബ്രീസിനെ കാണാൻ പറ്റില്ല, പക്ഷെ ബ്രീസ്, കാറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലെ? ഓക്കെ ഓക്കെ. അപ്പം there are 3 types of things. അത് എന്തുകൊണ്ടാണ് അങ്ങനെ 3 ഫോമിൽ വന്നേക്കുന്നത്, 3 സ്റ്റേറ്റ്സിൽ വന്നേക്കുന്നത്? ബിക്കോസ് there is a thing called molecules. അതിലെല്ലാ വസ്തുക്കളും മോളിക്യൂൾസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കി. മോളിക്യൂൾസ് എന്താണ്? We cannot see with our eyes, and molecules will be arranged very thickly in solid things. സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളിലെല്ലാം വളരെ കട്ടിയായിട്ട് അടുത്തടുപ്പിച്ചടുപ്പിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ലിക്വിഡില് ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ലിക്വിഡിന് ഒരു പ്രോപ്പർ ഷേപ്പ് ഇല്ലാത്തതൊക്കെ. പക്ഷെ ഗ്യാസിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്, മോളിക്യൂൾസ് ഉണ്ട്, ബട്ട് അറേഞ്ച്ഡ് വെരി ലൂസ്ലി. അതുകൊണ്ടാണ് അത് നമുക്ക് പിടിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ അതിങ്ങനെ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അല്ലേ? ഇവിടെയാണ് എടുക്കുന്നത്, കണ്ടിന്യൂസ് ക്ലാസ് ആണ്. Okay, so all materials need volume. Volume means what? Space. അതായത് ഓരോ വസ്തുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം you are sitting on a chair. If you get a pulley, another person can sit there. Otherwise, you cannot sit there, isn't it? So, do you think that വാട്ടറിന് സ്പേസ് ആവശ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Do you think that water need a space to water occupy space നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വെള്ളത്തിന് സ്പേസ് ആവശ്യമാണോ? Surely. Suppose ഞാനൊരു എക്സാമ്പിൾ പറയാം. You have a glass. In that glass there is water. If you want to pour a glass of tea into the same glass, what you will do? What you have to do? Can you pour that tea into that water itself? നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ ഒഴിക്കണം. അപ്പൊ നിങ്ങൾക്ക് ആ ഗ്ലാസ്സിലേക്ക് തന്നെ, ഗ്ലാസ്സിലുള്ള വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. സോ അതിനകത്തോട്ട് നിങ്ങൾക്ക് ചായ ഒഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു empty that glass, isn't it? ഗ്ലാസ് empty ആക്കണം, കാലിയാക്കണം, എങ്കിലേ നിങ്ങൾക്ക് അതിനകത്തോട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ. Otherwise what will happen? If you pour that tea also into that glass which is filled with water, what will happen? It will overflow, and water and tea both will go outside. Overflow it, isn't it? രണ്ടും പുറത്തു പോകും. ആ ഗ്ലാസ്സിൽ എന്ത് കൊള്ളുമ്പോ അത്രയും വെള്ളവും ചായയും കൂടെ ആകും അതിനകത്ത്. ബാക്കിയുള്ളത് മൊത്തം എന്ത് ചെയ്യും? പുറത്തു പോകും അല്ലെ? സോ all liquids need space to
All liquids need space. Next, solids also. Solid പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന ഒരു എക്സാമ്പിളാ പറഞ്ഞത്. നിങ്ങൾ ഇരിക്കുന്ന കസേര, നിങ്ങളിപ്പോ ഒരു സോളിഡിന്റെ ഒരു ഇതിലാണ്. നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നിങ്ങൾ എണീറ്റാൽ മാത്രമേ വേറെ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ എന്താ പറ്റിയ നിങ്ങളുടെ മടിയിലായിരിക്കും കയറി ഇരിക്കുന്നത്. നിങ്ങൾ ബേബീസിനൊക്കെ നിങ്ങളുടെ മടി ഇരുത്തും, പക്ഷെ ആ ഒരു കസേര നിങ്ങളുടെ മടിയിലാണ് ഇരുത്തുന്നത്, നോട്ട് ഓൺ ദി ചെയർ അല്ലേ? ഓക്കെ. ഇനി ഡു യു തിങ്ക് ദാറ്റ് ഗ്യാസിന് നമ്മൾ അധികവും കാണാത്ത ഗ്യാസുകളൊക്കെ ഉണ്ട്. ഈ ഗ്യാസിന് സ്പേസ് വേണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? യെസ്, ഗ്യാസ് ഓൾസോ നീഡ് സ്പേസ്. ഗ്യാസിന് സ്പേസ് ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ വെള്ളത്തിന് സ്പേസ് ആവശ്യമാണ് എന്ന് പറയുന്നത് അല്ലെ, ഗ്യാസിന് സ്പേസ് ആണ്. ഒരു എക്സാമ്പിൾ പറയാം. ഐ തിങ്ക് നമ്മളെ ക്ലാസ്സിലാണ്, നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ചെയ്യാമായിരുന്നു. എനിവേ യു ക്യാൻ ഡു ഇറ്റ് അറ്റ് ഹോം. ടേക്ക് വൺ എന്താ എടുക്കേണ്ട, ഒരു വെസൽ, എന്തെങ്കിലും ഒരു ചെരുവം പോലത്തെയോ അല്ലോ ബക്കറ്റോ എന്തെങ്കിലും എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. can easily do this example. Fill water in that. ഇന്നെ നിറച്ച് വേണമെന്നൊന്നുമില്ല, ഒരു അരപാത്രോ മുക്കാപാത്രോ എത്ര വേണമെങ്കിലും എടുത്തോ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് എത്ര എടുക്കാൻ പറ്റുന്ന അത്രയും പാത്രം, ആ പാത്രത്തിൽ വെള്ളം എടുക്കാം. fill it water. Then take a glass, empty glass without water. It should be dried. Glass should be dried inside. ഗ്ലാസിന്റെ ഉള്ളില് ഉണങ്ങിയ ഗ്ലാസ് ആയിരിക്കണം, അതായത് വെള്ളമൊന്നും പറ്റരുത്. Take a piece of paper and put that piece of paper into the glass, inside the glass. Okay, then what you have to do is, okay, then what you have to do is, പേപ്പർ എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ എടുത്തോ. അതായത് നമ്മൾ ചെറിയൊരു പീസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ്, if you take the glass upside, what will happen? Paper will fall down, isn't it? So if you take a little bit of paper, more paper if you take, you can push into that glass. ആ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കുറച്ച്, എന്ന് വെച്ചാൽ ഗ്ലാസ് ഫുൾ പേപ്പർ വേണം നല്ല അർത്ഥം. നമ്മള് പേപ്പർ ഉള്ളിലേക്ക് കട്ടിയായിട്ട് അങ്ങ് തിരികെ കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് കമത്തി പിടിച്ചാൽ പേപ്പർ താഴെ വീഴരുത്, അങ്ങനെയുള്ള രീതിയിൽ. Then what you have to do is, what is there inside the glass now? What is there inside the glass now? Please unmute and talk, Adira. ആ പേപ്പറിന് വെള്ളം ഉണ്ടാവൂല. പിന്നെ no, I am asking question. Listen, ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. What is there in the glass? ഗ്ലാസ്സിൽ എന്താണ് ഉള്ളത് ഇപ്പോൾ? പേപ്പർ. Only paper. Anything else? Okay, Nirmal, tell me. Water. No. Water is in the bucket, not in the glass. Justus, what is there in the glass now? Paper and Gas. Air. Okay, gas, air and നമുക്കറിയാം, എയർ ഈസ് പ്രസന്റ് എവരിവെയർ. എയർ എല്ലായിടത്തും ഉണ്ട് അല്ലെ, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. വി കനോട്ട് സീ, ബട്ട് എയർ ഈസ് പ്രസന്റ് എവരിവെയർ. Okay, in that glass, paper and air is there, and in another bucket there is water also. Bucket or any other thing you can take. Okay, and just dip that glass into the bucket upside like that way. Don't turn it. പറഞ്ഞത് മനസ്സിലായോ? ഹെവന് സ്റ്റക്ക് ആണോ? ജീവ അങ്ങനെ എപ്പോഴും സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്. യെസ്. എന്താണ്? ഗ്ലാസ് നേരെ കമത്തണം, ചെരിച്ച് കമത്തരുത് വെള്ളത്തിനകത്തേക്ക്. നേരെ ഇങ്ങനെ അങ്ങ് കമത്തുക. ചെരിച്ച് കമത്തിയാൽ എന്ത് സംഭവിക്കും? അത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെയ്തിട്ടുള്ള. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നൊന്നും കൂടെ ചെയ്യുക. അതായത് ടേക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ, ഫുൾ നോ നീഡ്, ഹാഫ് ഓർ ഇനഫ്. അതായത് ഗ്ലാസ് മുങ്ങാൻ പാകത്തിന് അത്രയെങ്കിലും വെള്ളം വേണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഫുൾ എടുത്തില്ലേലും കുഴപ്പമില്ല. എന്നിട്ട് ഗ്ലാസ്സിനകത്തോട്ട് കുറച്ച് പേപ്പർ തിരികെ വെക്കുക. അതായത് ഗ്ലാസ് ഫുൾ ആകാൻ പാടില്ല എന്ന് ഓർത്തോണം. ഒരു കാൽഭാഗോ ഒരു പേപ്പർ എടുത്തിട്ട് ഗ്ലാസ്സിൽ കമത്തുമ്പോൾ താഴെ വീഴരുത്, ആ പരുവത്തില്. എന്നിട്ട് ഗ്ലാസിന്റെ ഉള്ളിൽ നമുക്കറിയാം എയർ ഈസ് ദെയർ. അത് നേരെ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കമത്തുക. ചെരിച്ച് കമത്തരുത്. ചെരിച്ചാൽ എന്ത് സംഭവിക്കും? എയർ പുറത്തു പോകുകയും വാട്ടർ അതിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. അപ്പൊ എയർ പുറത്തു പോകാത്ത രീതിയിൽ നേരെ അങ്ങ് കമത്തിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും
കുറച്ച് സമയം അടിവശത്ത് ബക്കറ്റിന്റെ അടിവശത്ത് വരെ എത്തിച്ചിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചു വെക്കുക. അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ ഗ്യാസ് പുറത്തോട്ട് പോകുകയും എയർ പുറത്തോട്ട് പോവുകയും വാട്ടർ അതിനുള്ളിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കീപ് ദ ഗ്ലാസ് സ്ട്രെയിറ്റ്ലി ഇൻ ടു ദ ബക്കറ്റ്. വാട്ട് വിൽ ഹാപ്പൻ? ദ എയർ കനോട്ട് കം ഔട്ട്. എയർ പുറത്തു വരാൻ പറ്റത്തില്ല. അപ്പൊ എയർ ഗ്ലാസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. എയർ ആൻഡ് പേപ്പർ വിൽ ബി ദെയർ. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ 2 minutes, അത്ര സമയം നിങ്ങൾക്ക് അത്രയും അമർത്തി പിടിക്കണം. അല്ലാതെ ചെരിച്ചാൽ അല്പെങ്കിലും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എയർ വിൽ കം ഔട്ട് ആൻഡ് വാട്ടർ വിൽ ഗോ, ദെൻ നോ യൂസ്. അപ്പൊ നന്നായിട്ട് അമർത്തി പിടിച്ചിട്ട് 1 or 2 minutes later, if you take out, you can see that what happens, the paper will not get wet. പേപ്പർ നനയത്തില്ല. because water could not go inside the glass because air was there. അതിനകത്ത് ഉണ്ടായിരുന്ന എയറിന് പുറത്തോട്ട് പോകാത്തത് കൊണ്ട് വെള്ളം ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് പേപ്പർ നനഞ്ഞ